ഇതമ്മേ ഗുഡ് മോർണിംഗ്. ഒച്ചു വലുതായേ എങ്ങനെയുണ്ട് വലുതാവണം? ഒയ്യോ എന്തൊരു ചാട്ടോന്. ഇങ്ങനെ ചാടല്ലേടാ ചക്ക, ഇങ്ങനെ ചാടല്ലേടാ, ഇത് ചാടല്ലേടാ ചക്ക. വെയില് വന്ന്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൻ ഞങ്ങളുടെ കൂടെ കൂടി. ചൂടില്ല, കുടിച്ചോ. ചൂടും. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവിൻ്റെ കൂടെ ചിക്കൻ കറി, മുട്ട പുഴുങ്ങിയതും റോബസ്റ്റ് പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അവന് രാവിലെ തന്നെ ഞാൻ പഴം പുഴുങ്ങിയതാണ് കൊടുത്തത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു ഉപ്മാവ് കൊടുത്തത്. യമ്മീണ്ടാ? എങ്ങനെയാണ് യമ്മി നാട്ടാ കാട്ടിയേ? മുട്ടപ്പാപ്പം തിന്നോ? മിടുക്കൻ. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ കലാപരിപാടികളാണ് ഇപ്പോൾ ഈ മിക്സി അടിക്കലൊക്കെ. മിക്സി അടിക്കാന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനിട്ടുന്നെ ആയാ നാട്ടു. ഒരു 9 മണിയായപ്പോൾ ഞാൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നു. ഉപ്മാവിൽ റോബസ്റ്റ് പഴം നല്ല പോലെ മിക്സ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ക്യാരറ്റും ഒക്കെ ഉള്ളത് എല്ലാവരും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തായിരുന്നു അവന് കൊടുത്തത്. വാവ്, എങ്ങനെയാണ് മിക്സി കറങ്ങണത്? ആരൊക്കെയാണത്? അതാരാണ്? അതൊരു ആന്റി. ആരാണ് ആന്റി? പറഞ്ഞേ. അതാരാണ്? അച്ഛ. പിന്നെ ആരാണ്? അപ്പേ. അപ്പിണ്ട് അതില്? അപ്പില്ലല്ലോ അതില്. അപ്പിണ്ടാടാ. ആന്റി അങ്കിളുണ്ട്, ചേട്ടന്മാരുണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? വാവിണ്ടാ? എവിടെ വാവ? വാവനെ കാണിച്ചെന്നേ. എവിടെ വാവ? എവിടെ കാണിച്ചെന്നേ? മിടുക്കൻ. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഞാൻ അവിടെ ലഞ്ച് കൊടുത്തത്. അതിന്ന് കൊടുത്തത് നുറുക്ക് ഗോതമ്പിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഖിച്ചടിയാണ് കൊടുത്തത്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള കാർഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇത് ഭയങ്കര ഹെൽത്തി ആയ ഒരു റെസിപ്പി തന്നെയാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഇത് എല്ലാത്തരം വെജിറ്റബിൾസും, ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് ഇടാൻ പറ്റും അതൊക്കെ നമ്മൾക്ക് ഇട്ടുണ്ടാക്കാം. ഇതെല്ലാനും ലാസ്റ്റ് ആയിട്ട് സ്മാഷ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. ഈ പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വെജിറ്റബിൾസ് ഒക്കെ അവരുടെ ഉള്ളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്, ഇതുവരെ കിട്ടാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. മസാലകളൊന്നും പരമാവധി കുറച്ചിട്ടാൽ മതി. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശീലിപ്പിക്കുകയും ചെയ്യണം അവർക്ക് ചെറുതായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവർ മുളകോ ഒന്നും അവർ കഴിച്ചു തുടങ്ങില്ല. അതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഞാനത് ഇട്ടിട്ട് എടുക്കുന്നത്. അവൻ ഇഷ്ടമാവും. അവനിങ്ങനെ കിച്ചടി പല വെജിറ്റബിൾസും ഇട്ട് ഇങ്ങനെ കുക്കറിലൊന്ന് ജസ്റ്റ് മഞ്ഞപ്പൊടിയും ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്താലും അവനിഷ്ടമാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിരിക്കുള്ളൂ. ടാറ്റ കൊടുത്തേ. ചാനൽ ന്യൂ ആണെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. അല്ലേ ടുട്ടു? എന്നെ ലൈക്ക് ചെയ്യുന്നു എല്ലാവരും.
കിച്ചടിയൊക്കെ കഴിച്ച് വേറെ നിറഞ്ഞ കാരണം 1:30 ആയപ്പോഴേക്കാൾ ഉഷാറായിട്ട് കിടന്നുറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം ഉറങ്ങാൻ പറ്റിയ ആൾക്ക്. ഇന്ന് മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് കഴിഞ്ഞപ്പോൾ അവന് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ ആൾ പോയിക്കോളും, അല്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അവന് വെച്ച് കൊടുക്കും. അമിട്ട് തരാം, എന്നാ ഫോർക്കിലാക്കണ എന്നാ കഴിച്ചോ. കളയാണ്ട് കഴിക്കി. ഇന്ന് രാവിലെ നട്ട്സ് കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോഴാണ് നട്ട്സൊക്കെ കൊടുത്തിരുന്നത്. അതൊക്കെ കഴിച്ച ആൾ ഹാപ്പി ആയിട്ട് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്ന് അല്ലറ ചില്ലറ കുറേ ഐറ്റംസ് കഴിച്ചായിരുന്നു, വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിയുടെ പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ചോറ് എടുത്തിട്ട് അതിൽ ഉപ്പും പപ്പടവും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് അവന് കൊടുത്തു.